ചായയും ഈ ബട്ടറും ചീസൊക്കെ ആയിട്ട് എന്താണ് ബന്ധമല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് സെപ്റ്റംബർ 21 ശേഷം നമ്മുടെ ഈ മിക്കവാറും ഏറെക്കുറെ കൺസ്യൂമർ പ്രൊഡക്റ്റുകളുടെയൊക്കെ GST വലിയ തോതിൽ കുറച്ചിട്ടുണ്ട്. അതായത് നേരത്തെ 18% ആയിരുന്നത് 5% ആക്കിയിട്ടുണ്ട്, 5% ആക്കിയിട്ടുണ്ട്, പലതും പൂർണ്ണമായി GST ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിപ്പം എൻ്റെ കയ്യിലുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ്. ഇത് ഞാൻ 2 സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിയതാണേ. കോഴിക്കോട് നഗരത്തിൽ ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 2 സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അതിന് 75 രൂപയാണ് MRP പ്രൈസ് കാണിച്ചിരിക്കുന്നത്. രണ്ടിലും 75 രൂപയാണ് MRP പ്രൈസ് കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ വേറെ കാര്യം മനസ്സിലാക്കാം. ഇത് 2 സൂപ്പർ മാർക്കറ്റിൻ്റെയും ബില്ല് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ ആദ്യം വാങ്ങിയിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്, അതിൽ മിൽക്കി മിസ്റ്റിൻ്റെ ചീസിന് അവർ കാണിച്ചിരിക്കുന്നത് 75 രൂപയാണ് അതിൻ്റെ പ്രൈസ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ 5% GST 5% കാണിച്ചിട്ടുണ്ട്, കുറച്ചതായി കാണിച്ചിട്ടുണ്ട്. നേരത്തെ 12 ഉണ്ടായിരുന്നു, 5% കാണിച്ചിരിക്കുന്നു. പക്ഷെ അവർ ഈടാക്കിയിരിക്കുന്ന പൈസയും 75 രൂപ തന്നെയാണ്. GST ഉണ്ടായിരിക്കുന്ന കുറവ് അവർ കൺസ്യൂമർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ ബില്ല് തന്നെ ക്ലിയർ ആക്കി കാണിക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് അവർ 75 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു ബില്ല് കാണിച്ചു തരാം. തൊട്ടടുത്തുള്ള 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മറ്റൊരു സൂപ്പർ മാർക്കറ്റ്, അവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഇതേ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് 75 രൂപയാണ് അതിൻ്റെ MRP പ്രൈസ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ 5% GST കുറച്ചതിൻ്റെ ഭാഗമായിട്ട് 66 രൂപയും 70 പൈസയായിട്ട് ഈ ബില്ല് ഇത് കുറച്ചിട്ടുണ്ട്. അതായത് ഇവിടെ കുറഞ്ഞ GST കൺസ്യൂമർക്ക്, ഉപഭോക്താവിന് അവർ നൽകുന്നുണ്ട്, വില കുറച്ച് നൽകുന്നുണ്ട്. ബട്ടറിൻ്റെ കാര്യം സമാനം തന്നെ. ബട്ടറിനും സമാനമായ ചീസിനെ പോലെ തന്നെ നേരത്തെ 12% GST ഉണ്ടായിരുന്നത് 5% കുറച്ചിട്ടുണ്ട്. പക്ഷേ ബട്ടറിൻ്റെ വിലയിലും അത് കാണണം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ അമുലിൻ്റെ ബട്ടർ, സാൾട്ടഡ് ബട്ടർ 62 രൂപയാണ് ഇതിൽ MRP പ്രൈസ്. ഇതേ പ്രൈസ് തന്നെയാണ് ഇവർ 62 രൂപയാണ് ഇവരെ കാണിച്ചിരിക്കുന്നത്. GST 5% കുറച്ചതായിട്ട് അവർ ബില്ലിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ പ്രൈസിൽ ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല. ഒന്നുകിൽ അവരുടെ ബേസിക് പ്രൈസിൻ്റെ കൂട്ടിയിട്ട് കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് 5% കുറച്ചു എന്നുള്ളത് ഒരു തട്ടിപ്പായിട്ട് അവർ ഡോക്യുമെന്റിൽ മാത്രമായിട്ട് GSTനെ ബോധിപ്പിക്കാൻ മാത്രമായിട്ട് കാണിച്ചു എന്ന് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ ഇതിപ്പം ചീസും ബട്ടറും മാത്രമല്ല, ഈ സോപ്പ് പേസ്റ്റും ഒക്കെ സമാനമായ സാഹചര്യം തന്നെയാണ്. ആദ്യത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ MRP 42 രൂപ വിലയുള്ള ലക്സ് ബ്രൈറ്റ് ഗ്ലോ ജാസ്മിൻ സോപ്പിന് ഈടാക്കിയത് 38 രൂപ. രണ്ടാമത്തെ ഇടത്ത് നിന്ന് വാങ്ങിയപ്പോൾ അതേ സോപ്പിൻ്റെ വില 37 രൂപ 37 പൈസ. അതായത് 5% കുറവ് വന്നപ്പോൾ 2 സൂപ്പർ മാർക്കറ്റിലും 2 വില. ഇളവ് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളായാലും വൻകിട സൂപ്പർ മാർക്കറ്റുകൾ പോലെ GST രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് അടുത്ത GSTയിൽ അത് കുറച്ചു കിട്ടും. അതായത് പഴയ ഉൽപ്പന്നങ്ങളായാലും GST ഇളവ് ഉപഭോക്താവിന് നൽകണം. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. സാനിറ്ററി നാപ്കിനുകളുടെ ഒരു കഥയുണ്ട്. GST പ്രാബല്യത്തിൽ വന്ന സമയത്ത് 18% നാപ്കിനുകളിൽ മേൽ ചുമത്തിയ GST. 2018 അത് പൂർണ്ണമായും ഒഴിവാക്കി. നാപ്കിനുകൾ GST വിമുക്തമായി. പക്ഷേ അന്ന് നികുതി വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഈ കുറവ് മാർക്കറ്റിൽ ലഭ്യമായില്ല എന്നുള്ളതാണ്. അതായത് കുറച്ച GST നിരക്കിന് ആനുപാതികമായി നാപ്കിനുകളുടെ ബേസിക് വിലയിൽ വർധനവുണ്ടാക്കി. സമാനമായ സാഹചര്യം ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കോഴിക്കോട്ടെ മാർക്കറ്റിൽ നിന്നും ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ഉപഭോക്താവിന് ലഭിക്കേണ്ട ഈ പണം, GSTയിലെ കുറവ് എവിടേക്കാണ് പോകുന്നത്? ഇത് പരിശോധിക്കാൻ GST വകുപ്പിന് ഉത്തരവാദിത്തമില്ലേ? ക്യാമറമാൻ വേണുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.